എന്നിൽ ഇടറിപ്പോകാത്തവൻ എല്ലാം ഭാഗ്യവാൻ. യോഹന്നാൻ സ്നാപകന്റെ നാൾ മുതൽ ഇന്നുവരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്ന ബലാത്കാരികൾ അതിനെ പിടിച്ചെടുക്കുന്നു. മത്തായി 11:12 സ്വർഗരാജ്യം ദൈവത്തിൻ്റെ എല്ലാ നന്മകളും നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്ന, അത് നാം മരിച്ച ശേഷം ചെന്നെത്തുന്ന ഒരു രാജ്യമല്ല. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. സ്വർഗരാജ്യം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ, വിജയത്തിൻ്റെ, രോഗസൗഖ്യത്തിൻ്റെ, സന്തോഷത്തിൻ്റെ അനുഭവങ്ങളുടെ രാജ്യമാണ്. മലമേലുള്ള പട്ടണം പോലെ അത് പ്രകാശിക്കുകയാണ്. അത്ര മനോഹരമായ ഒരു രാജ്യമാണ്. പ്രിയരെ, ഈ രാജ്യം അവകാശമാക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമല്ല എന്നാണ് ഈ വാക്യത്തിലൂടെ നാം കാണുന്നത്. ബലാത്കാരികൾ ഈ സ്വർഗരാജ്യം പിടിച്ച് അവകാശമാക്കുകയാണ്. പിടിച്ചെടുക്കേണ്ടുന്ന ഒരു പ്രവൃത്തി ഇവിടെ ആവശ്യമുണ്ട്. കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ നമ്മുടെ രോഗങ്ങളെ, ശാപത്തെ, ദാരിദ്ര്യത്തെ എല്ലാം പരിപൂർണമായി നീക്കി അനുഗ്രഹവും രോഗസൗഖ്യവും സാമ്പത്തിക അഭിവൃദ്ധിയും എല്ലാം നമുക്ക് ക്രൂശിൽ നേടിത്തന്നിരിക്കുകയാണ്. നമുക്കറിയാം, നാം ഒരു ചെടി നട്ട് പരിപാലിച്ച് വളർത്തിയെങ്കിൽ മാത്രമേ അതിൽ നിന്ന് നല്ല ഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ. ഒരു വിത്ത് നട്ടതിന് ശേഷം അതിനെ ഉപേക്ഷിച്ചു പോയാൽ അതിനെ കളയും മറ്റു വള്ളിച്ചെടികളും പരാത സസ്യങ്ങളുമെല്ലാം വന്ന് മൂടി നല്ല വിളവ് ലഭിക്കുന്നതിൽ നിന്നും അതിനെ തടയും. സ്വാഭാവികമായ ഒരു പ്രവർത്തനം എന്നത് നല്ല ഫലം നൽകുന്നതിൽ നിന്നും ആ വിത്തിനെ ഞെരുക്കിക്കളയുക എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ അതിനെ പരിപാലിക്കുമ്പോൾ സമയത്ത് കളകളെ നീക്കം ചെയ്ത് കിളച്ച് വെള്ളമൊഴിച്ച് വെയിലേൽക്കാതെ തണൽ നൽകി അങ്ങനെ പരിപാലിക്കുമ്പോൾ അതിൽ നിന്നും വളരെ നല്ല ഫലം നമുക്ക് കൊയ്തെടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ക്രിസ്തീയ ജീവിതത്തിലും സ്വാഭാവികമായി എല്ലാ നന്മകളും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും ഒഴുകി വരട്ടെ എന്ന് വിചാരിച്ചാൽ അതിന് തടസ്സങ്ങളാണ് ഈ ലോകത്തിൽ അധികവുമുള്ളത്. ഈ തടസ്സങ്ങൾക്കെതിരെ ഒരു പോരാട്ടം നാം പ്രതിരോധിച്ച് നിന്ന് തടസ്സങ്ങളെ മാറ്റി, ഞെരുക്കങ്ങളെ നീക്കി, പ്രതികൂല കാലാവസ്ഥകളെ അതിജീവിച്ച് ക്രിസ്തു യേശുവിൽ, വചനത്തിൽ, പരിശുദ്ധാത്മാവിൽ ബലപ്പെട്ട് ഇങ്ങനെ സ്വർഗരാജ്യത്തെ അവകാശമാക്കി മാറ്റിയവരാണ് ആ രാജ്യത്തെ പിടിച്ചെടുത്ത് അനുഭവിക്കുന്നവർ. എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ച് വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിന് സ്വർഗരാജ്യത്തെ ബലാത്കാരേണ പിടിച്ചെടുക്കുന്നവരായി നമുക്കും ആയിത്തീരാം.